നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. മലയാള സിനിമയിലെ ഒരു നടനായിരുന്നു സുകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന എടപ്പാൾ പൊന്നങ്കുഴി വീട്ടിൽ സുകുമാരൻ നായർ. മലയാള സിനിമയിലെ മുൻകാല നായകന്മാരിൽ ക്ഷുഭിത യൗവനത്തിന്റെ പ്രതീകമായിരുന്നു നടൻ സുകുമാരൻ. മോഹൻലാലിനെ പോലുള്ളവർക്ക് തുടക്കകാലത്ത് താങ്ങും തണലുമായിരുന്നു ഗണേഷ് കുമാറിനെ നടനാക്കിയ ഗോഡ്ഫാദർ. പക്ഷെ താരങ്ങളുടെ സംഘടന എത്തിയപ്പോൾ ഈ അതുല്യ പ്രതിഭയ്ക്ക് കിട്ടിയത് വിലക്കായിരുന്നു. സിനിമാ രംഗത്തെ ചില പരാമർശങ്ങളുടെ പേരിൽ 3 വർഷത്തിലേറെയാണ് സുകുമാരൻ സിനിമയില്ലാതെ വീട്ടിലിരുന്നത്. സുകുമാരനെ ഏറെ വേദനിപ്പിച്ച നാളുകൾ അതും സ്വന്തമെന്ന് കരുതിയവർ പോലും തിരിഞ്ഞു നോക്കാത്ത വിലക്കിന്റെ കാലം. പക്ഷെ അന്ന് അദ്ദേഹം വിലക്ക് ഏറ്റുവാങ്ങി വെറുതെ ഇരിക്കാൻ തയ്യാറായില്ല. വക്കീലായിരുന്ന അദ്ദേഹം സ്വന്തമായി തന്നെ കോടതിയിൽ വാദിച്ച് വിലക്കിയ സംഘടനയിൽ നിന്ന് തന്നെ മെമ്പർഷിപ്പ് എടുത്തു. ശേഷം നടന്ന അമ്മ സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിംഗ് സമയത്ത് താരങ്ങളുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും മുഖത്തേക്ക് ഈ മെമ്പർഷിപ്പ് വലിച്ചു കീറിയെറിഞ്ഞു. ഈ സമയത്താണ് ബൈജു കൊട്ടാരക്കര ബോക്സർ എന്ന സിനിമയിലേക്ക് സുകുമാരനെ ക്ഷണിക്കുന്നത്. ഈ സംഘടനയുടെ വിലക്കുള്ളതാൽ തന്നെ വെച്ച് സിനിമ ചെയ്യുന്നത് റിസ്ക് ആണെന്ന് സുകുമാരൻ ബൈജുവിനോട് പറഞ്ഞു. സുകുമാരനെ വെച്ച് സിനിമ എടുത്താൽ റിലീസിന് തിയേറ്റർ കിട്ടില്ലെന്നൊക്കെ ചിലർ ബൈജുവിനെ ഭീഷണിപ്പെടുത്തിയതുമാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ ബൈജു ധൈര്യത്തോടെ മുന്നോട്ട് പോയി. തന്റെ ഈ സിനിമയിൽ സുകുമാരൻ അഭിനയിക്കുന്നത് വളരെ രഹസ്യമായി തന്നെ വെച്ചിരുന്നു. എന്നാൽ ഇത് എല്ലാവരും അറിഞ്ഞതോടെ ബൈജു സംഘടനയുടെ ശക്തി എന്താണെന്ന് അറിഞ്ഞു. താരങ്ങളെയെല്ലാം അമ്മ പിൻവലിച്ചതോടെ ബാബു ആന്റണി ഒഴികെ മറ്റാരും ലൊക്കേഷനിലെത്തിയില്ല. 3-4 ദിവസം കാത്തിരുന്നിട്ടും ഫലമില്ലാതായതോടെ നിർമ്മാതാവ് ഉൾപ്പെടെ എല്ലാവരും അങ്കലാപ്പിലായി. ലക്ഷങ്ങളുടെ നഷ്ടം സംഭവിക്കുമെന്ന് ഉറപ്പായതോടെ ബൈജു സംഘടനയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന മധുവിനെ സമീപിച്ച് ഒരുവിധം പ്രശ്നം പരിഹരിച്ചു. അന്ന് മധുവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സുകുമാരന്റെ വിലക്ക് മാറ്റാൻ സാധിച്ചത്. അവിടെ വെച്ച് സുകുമാരൻ ഒരു മെഗാസ്റ്റാറിനോട് പറയുകയുണ്ടായി, എടോ, എനിക്ക് വളർന്നു വരുന്ന 2 പിള്ളേരുണ്ട്. അവർ സിനിമയിൽ വരികയാണെങ്കിൽ തന്റെയൊക്കെ മുഖത്ത് നോക്കി ചോദിക്കാൻ പ്രാപ്തിയുള്ളവരായിരിക്കും. കാരണം അവർ ഈ സുകുമാരന്റെ മക്കളാണ്. അച്ഛന്റെ വേദന കണ്ടായിരുന്നു പൃഥ്വിരാജ് എന്ന മകൻ അന്ന് ദിനങ്ങൾ തള്ളി നീക്കിയത്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ പൃഥ്വി ഉറച്ചു നിലപാടെടുക്കുന്നത്. തന്റെ അച്ഛനെ പുറത്താക്കിയ സംഘടന താൻ പിടിച്ചെടുക്കുമെന്ന നിലപാടിലാണ് താരം. ഈ വാശിയും വൈരാഗ്യം മോഹൻലാലിനും മമ്മൂട്ടിക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ദിലീപിന്റെ അറസ്റ്റിനെ തുടർന്ന് പൃഥ്വിയുടെ ഉറച്ച നിലപാടിനെ ഇരുവരും മാറ്റി നിർത്താനാവാതെ അംഗീകരിച്ചത്. അമ്മയിലെ ദുഷ്പിനെ മാറ്റുമെന്ന് ഈ യോഗത്തിന് ശേഷം പൃഥ്വി തന്നെ പലരോടും പറഞ്ഞു കഴിഞ്ഞിരുന്നു. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.